ഒരിക്കൽ എൻ്റെ കവിത കീറിക്കളഞ്ഞു, നോട്ട്ബുക്കിന് കീറിക്കളഞ്ഞു. ഇതല്ല നീ ഈ സ്കൂളിൽ ഇതല്ല. 6th സ്റ്റാൻഡേർഡിലാണ് എഴുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. ഐ ബിക്കെയിം വാട്ട് ഐ വാണ്ടഡ് ടു ബി. അതായി സന്തോഷായി. ദ ഓൺലി ഓതർ, സിംഗിൾ ഓതർ, മാക്സിമം നമ്പർ ഓഫ് പോയട്രി ബുക്സ് ഇൻ എ സിംഗിൾ ഇയർ. ആ റെക്കോർഡ് എൻ്റെ പേരിൽ. കഴിവുണ്ടായിട്ട് പുറം ലോകം കാണിക്കാണ്ട പോയ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് എഴുത്ത് എന്താ പറയുക, അതൊരു ഇമാജിനേഷനാണ്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ഒരു ടീച്ചറാണ്, ഒരു എഴുത്തുകാരനാണ്, ഒരു സാഹിത്യകാരനാണ്. നമുക്ക് വെൽക്കം ചെയ്യാം സിദ്ധാർത്ഥ്. വെൽക്കം ടു ദി ഷോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റൈറ്ററാണ്, ടീച്ചറാണ്. എങ്ങനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വന്നത്? എനിക്കത് ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 6th സ്റ്റാൻഡേർഡിലാണ്, സ്കൂൾ ഡേയ്സിലാണ്. ഈ സ്കൂൾ ഡേയ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ജേർണിയാണ് എഴുത്ത്. ആ സമയത്ത് എനിക്ക് ചെറിയ വളരെ ചെറിയ നമ്മുടെ നോട്ട്ബുക്സിൽ എഴുതുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് സ്കൂളിൽ അങ്ങനെ നോട്ട്ബുക്സിൽ എഴുതി അത് പക്ഷെ വലിയ സക്സസ് ഒന്നും ആയില്ല. 6th സ്റ്റാൻഡേർഡ് 7th 8th എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ എഴുത്തിനെ ആദ്യകാലത്ത് ഒരു സക്സസ് ഇല്ലാത്തൊരു കാലഘട്ടം. സ്കൂളിൽ എനിക്ക് അങ്ങനെ വലിയ പ്രോത്സാഹനമൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ടീച്ചേഴ്സ്, ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, എൻ്റെ ലൈഫിനെടുത്ത് പറയുകയാണെങ്കിൽ, എൻ്റെ ടീച്ചർ ഒരിക്കൽ എൻ്റെ കവിത കീറിക്കളഞ്ഞു, നോട്ട്ബുക്കിന് കീറിക്കളഞ്ഞു. ഇതല്ല നീ ഈ സ്കൂളിൽ ഇതല്ല വേണ്ടത് എന്നിട്ട് പറഞ്ഞിട്ട് കീറിക്കളഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ എനിക്കുണ്ട് പറയാനായിട്ട്. അപ്പം അതാണ് എൻ്റെ ബിഗിനിങ്. എൻ്റെ 6th സ്റ്റാൻഡേർഡിലാണ് എഴുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. അത് ശരിക്കും ആരാ പ്രചോദനം എന്നൊക്കെ പറഞ്ഞാൽ അമ്മയാണ്. അമ്മ കുറേയൊക്കെ എഴുതുന്ന ഒരു കൂട്ടത്തിലാണ് ശരിക്കും. അപ്പം അമ്മയുടെ ആ ഒരു ഇൻസ്പിറേഷൻ ആവാനാ ചാൻസ് എൻ്റെ എഴുത്ത് ജേർണി തന്നെ തുടങ്ങുന്നത്. പിന്നെ അമ്മ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യകാലത്ത് എൻ്റെ കവിതയ്ക്കൊക്കെ പബ്ലിഷറെ കണ്ടുപിടിക്കാൻ അമ്മയുടെ പ്രചോദനം. ഞാൻ എഴുതി വെച്ചതൊക്കെ അമ്മ അത്യാവശ്യം നമ്മുടെ DC-യുടെ മാമ്പഴം, അന്നത്തെ ചെറുപ്പത്തിലെ പിള്ളേരുടെ, പിന്നെ ഹിന്ദുവിലെ യങ് വേൾഡ്, അതൊക്കെ അമ്മ മെയില് കണ്ടുപിടിച്ച് അമ്മ തന്നെ അയച്ചു കൊടുക്കും. വലിയ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ എന്താ പറയുക ബിഗിനിങ് ഓഫ് മൈ റൈറ്റിംഗ് ജേർണി. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് ഏത് എഴുത്തുകാരനും ഏത് വ്യക്തിക്കും, ഇപ്പോൾ രാഷ്ട്രീയമായാലും ഏത് ഫീൽഡാണെങ്കിലും ബേസ്, സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ, നമ്മുടെ ഫൗണ്ടേഷനിൽ എപ്പോഴും നമ്മൾ വീണിട്ടാണ് ഒരു അത്യാവശ്യം ഒരു നില വരണത്. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിക്കുന്നത് 2018 പ്രസിദ്ധീകരിക്കാൻ മാത്രമല്ല, അത് എനിക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക കോളേജിൽ നമ്മൾ പറയില്ലേ, ഒരു കോളേജിൽ ചെറിയൊരു സ്റ്റാറായി. അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ഡിഗ്രിക്ക് ഞാൻ സേക്രഡ് ഹാർട്ട് കോളേജിലാണ് പഠിച്ചത്, തേവര, സോഷ്യോളജി. ആ സമയത്താണ് എൻ്റെ ഫസ്റ്റ് പോയം പബ്ലിഷ് ആവുന്നത് ഡെക്കാൻ ക്രോണിക്കലിൽ. അന്നത്തോടെ അത് പിന്നെ ഒരു കോളമായി മാറി. സ്ഥിരം എൻ്റെ കവിതകൾ വരാൻ തുടങ്ങി. അതിൽ അങ്ങനെ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്താ പറയുക ഞാൻ അത്യാവശ്യം ഇങ്ങനെ മനസ്സിലായി എൻ്റെ ഫീൽഡ് ഇതാണ്. അവിടെ ഞാൻ ക്യുസിലൊക്കെ പങ്കെടുക്കുന്നത്, ക്യുസ് മാസ്റ്ററും കൂടെയാണ്. അപ്പം അങ്ങനെ എഴുതി ഇതാണ് എൻ്റെ എഴുത്തിന്റെ ജേർണി തുടക്കം. ഇപ്പോൾ ആദ്യമായിട്ടൊരു കവിത 2018 പ്രസിദ്ധീകരിച്ചത്. ഏതായിരുന്നു ആ കവിത? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കവിത തന്നെയാണ്. എന്ന് വെച്ചാൽ വൈ പാർട്ടഡ് ദി സോ ഏർലി. ഇംഗ്ലീഷ് കവിതയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് എന്നെ വിട്ടു പോയതെന്ന് അർത്ഥം മലയാളം. എന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല, പ്രണയിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇല്ലാത്ത ഒരു ഇമാജിനേഷനിൽ എഴുതിയ അതാണ് എൻ്റെ ആ ഫസ്റ്റ് പ്രിന്റഡ് പോയം, വൈ പാർട്ടഡ് ദി സോ ഏർലി. ഓക്കെ, അത് പ്രസിദ്ധീകരിച്ചു, ഇത്രയും വലിയ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് ആ ഒരു കോളം കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയം എങ്ങനെയായിരുന്നു? എനിക്ക് ശരിക്കും ഒരു സ്റ്റാർഡം കിട്ടി. ഒരു യങ് ആയിട്ടില്ല, ഞാൻ ചെറുപ്പമാണല്ലോ അന്ന്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു 19 വയസ്സേ ഉള്ളൂ അന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്യാവശ്യം ഒരു ആളായിന്ന് ഒരു തോന്നൽ, ഒരു കോളേജിന്റെ ഇടയിൽ ഒരു സ്റ്റാറൊക്കെ ആയി നമ്മൾ പറയില്ല, അതേപോലെ എനിക്കൊരു ഇമേജ് കിട്ടി. ഭയങ്കര എനിക്ക് തന്നെ ഒരു പ്ലഷറബിൾ ആയിരുന്നത്, സന്തോഷം തോന്നി എനിക്ക്. ഇപ്പോ എഴുത്ത്, വായന, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഇപ്പോഴാണ് ടീച്ചിങ് എന്നൊരു മേഖലയിലേക്ക് കടന്നു വരാം എന്ന് തോന്നിയത്. ടീച്ചിങ് എന്താന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി സോഷ്യോളജിന്ന്, ആർട്സാ, MA ഹിസ്റ്ററി MG കംപ്ലീറ്റ് ചെയ്ത്. എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എഴുത്തും രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം, ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് നമുക്ക് MA ഹിസ്റ്ററി എടുത്തുകൊണ്ട് either you can go for 3 ഉള്ളൂ, സിവിൽ സർവീസ്, ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച്. അപ്പം ഞാൻ ചോയ്സ് ചെയ്തത് ടീച്ചിങ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ പഠിപ്പിക്കാനും എനിക്ക് കിട്ടുന്ന അറിവ് വേറൊരാൾക്ക് ഷെയർ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റാണ്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ ടീച്ചിങ്ങിലേക്ക് കടന്നു.
ഇപ്പം ഞാൻ ട്രെയിനിങ് കൊടുക്കുകയാണ് പിള്ളേർക്കൊക്കെ, സിവിൽ സർവീസ്, SSC, PSC പോലത്തെ സ്റ്റുഡൻസിന് ഐ എം ഗിവിംഗ് ദം ട്രെയിനിങ്. അപ്പോൾ നോളജ് ഷെയറിങ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആസ് എ ഞാൻ ക്വിസ് മാസ്റ്ററും കൂടെ. അപ്പം ഞാനിങ്ങനെ ക്വിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത്. അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി ടീച്ചിങ്ങിനോട്. ഇപ്പോൾ കൈരളി TV-യിലെ പ്രദീപ് സാർ നടത്തുന്ന പ്രോഗ്രാമാണ് അശ്വമേധം. അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് അതിലേക്ക് കടന്നു വരുന്നത്? അതിലേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചലഞ്ച്, ഞാൻ ഈ എഴുത്ത് വെറുതെ ചുമ്മാ ഞാൻ എൻ്റെ ഒരു ദേഷ്യം തീർത്തതാണ്. എന്താ പറയുക, എൻ്റെ വീട്ടിലെല്ലാവരും പ്ലെയിൻ കയറിയിട്ടുണ്ട്, ഞാൻ കയറിയിട്ടില്ല. ഞാൻ മാത്രം കയറിയിട്ടില്ല, കുടുംബത്തിലെല്ലാവരും കയറിയിട്ടുണ്ട്. ജനിച്ചൊരു കുട്ടി പോലും കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കയറിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ അതുകൊണ്ട് വെറുതെ വേറൊരു കാര്യമുണ്ട്, അവരൊക്കെ കാശ് കൊടുത്തിട്ടാണ് കയറിയത്. ഞാൻ കാശ് കൊടുക്കാണ്ട് അവിടെ എത്താൻ പറ്റും എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ എലൻ മസ്ക് ഒരു ചലഞ്ച് വന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഏത് വ്യക്തിക്കും, നിങ്ങൾ കുറച്ചാൾ ഒളിവിൽ പോയിട്ട് ഡിസപ്പിയർ ആയി, ഐ ഡെയർ യു ടു ഡിസപ്പിയർ എന്നാണ് പുള്ളി പറഞ്ഞത്. നിങ്ങൾ ഒളിവിൽ പോയിട്ട് തിരിച്ചു വരണം. നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിൽ പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഒളിവിൽ പോയിട്ടുണ്ട്. അത് കയ്യിലിരിപ്പുകാരനാണ് ഒളിവിൽ പോണ ആൾക്കാർ. പ്രത്യേകിച്ച് ഹിറ്റ്ലർ, ജാക്ക് ദർപ്പർ എക്സാമ്പിൾസ് പറയുന്നത്. രാഷ്ട്രീയ ഇവിടെ തന്നെ ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്, രാഷ്ട്രീയ വനവാസം ചെയ്തു എന്നൊക്കെ. പക്ഷെ ഞാനതുകൊണ്ട് ആ ചലഞ്ച് അങ്ങനെ ഏറ്റെടുക്കുന്നു. മസ്കിൻ്റെ കുറച്ചാണ് ഞാൻ ഒളിവിലായിരുന്നു. ഒളിവിലെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്തും ലൈബ്രറി ഇടയ്ക്ക് വല്ലപ്പോഴും അമ്മേൻ്റെ കൂടെ പുറത്തു പോകും ഞാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഞാൻ ബ്ലോക്ക് ചെയ്തു, ഫ്രണ്ട് സർക്കിൾ ബ്ലോക്ക് ചെയ്തു, പിയർ ഗ്രൂപ്പ് ബ്ലോക്ക് ചെയ്തു. ഒരാളെയും അറിയിക്കണില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ വ്യക്തി കാണില്ല, ഇവിടെ ഡിസപ്പിയർ ആയി, ഹൈഡ് ചെയ്യാണ്, ഹൈഡ് ആൻഡ് സീക്ക്. എന്ന് വെച്ചാൽ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹൈഡ് ചെയ്യാണ്, പക്ഷെ ഒരാളും എന്നെ അന്വേഷിച്ച് വരുന്നില്ല. സാധാരണ ഒരാൾ ഹൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ തേടി കുറേ ആൾക്കാർ വരും. ഞാൻ എൻ്റെ എന്താ പറയുക മൊബൈൽ നമ്പർ മാറ്റി, വിളിക്കാണ്ടിരിക്കാൻ, ആരും വിളിക്കാണ്ടിരിക്കാൻ. അപ്പോൾ എൻ്റെ ബ്രദർ ജർമ്മനിയില്ല, അവനെ പോലും അറിയിച്ചിട്ടില്ല ഈ ചലഞ്ചിൻ്റെ സമയത്ത്. അപ്പം മസ്കിൻ്റെ ഈ ചാലഞ്ച് ഏറ്റെടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ന്യൂസ് പേപ്പേഴ്സ്, എൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എഴുത്താണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇഫ് യു ഡിസപ്പിയർ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ പത്രങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. 4 മാസം ഡിസപ്പിയറാ. ഈ 4 മാസത്തെ ഡിസപ്പിയറിന് സമയത്ത് 2 ഡിവിഷനായിട്ട് ഞാനത് കൂട്ടി. ആദ്യത്തെ 2 മാസം ഇന്ത്യയുടെ അകത്ത് ഞാൻ എവിടെയും കണ്ടില്ല. ഞാൻ ഈ പറയുന്ന ഡൽഹി ഒന്നും കണ്ടിട്ടില്ല, കൽക്കട്ട കണ്ടിട്ടില്ല, കാശ്മീർ കണ്ടിട്ടില്ല. ഇന്ത്യയുടെ ഒരു അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടേക്ക് എൻ്റെ എഴുത്തുകൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ പത്രങ്ങൾ കുറേ ഞാൻ അന്വേഷിച്ച് പല സോഴ്സിനും. അപ്പോൾ കുറേ ന്യൂസ് പേപ്പേഴ്സ് കിട്ടി. അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ അയച്ചു തുടങ്ങി. കുറേ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത്, കുറേ ആൾക്കാർ റിജക്റ്റ് ചെയ്ത്. ആദ്യത്തെ 2 മാസം 19 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഞാൻ ചുറ്റിയടിച്ച് കറങ്ങി ഈ ഡിസപ്പിയറിങ് സമയത്ത്. നെക്സ്റ്റ് 2 മന്ത്സ് നമ്മളിപ്പോൾ ഇന്ത്യ മൊത്തം കണ്ടല്ലോ, ഇനി ലോകം, ഗൂഗിളും മാപ്പും ഗ്ലോബും വീട്ടിൽ ഒട്ടിച്ച് വെച്ച ഇതെല്ലാം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ലോകം മൊത്തം ചുറ്റാനുള്ള പ്ലാൻ. കാനഡ, ജർമ്മനി, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഈ കൺട്രീസ് ഒന്നും ഞാൻ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. അവിടുത്തെ സ്ഥലങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ അവിടേക്ക് എൻ്റെ റൈറ്റിങ്സ്, എൻ്റെ എഴുത്തുകൾ എത്തിച്ച് ഞാൻ ഈ നെക്സ്റ്റ് 2 മന്ത്സ് ഇന്ത്യക്ക് പുറത്ത്, ഔട്ട് ഓഫ് ഇന്ത്യ ഞാൻ മൊത്തം കറങ്ങി. ഏകദേശം 45 രാജ്യങ്ങളിൽ മൊത്തത്തിൽ ഞാൻ ചുറ്റി അടിച്ച് കറങ്ങിയതിൻ്റെ പേരിലാണ് എനിക്ക് ഈ മസ്ക് ചലഞ്ച് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. ഈ ഡിസപ്പിയറിങ് ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ ആൾക്കാരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ തിരിച്ചു വന്ന്, ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയാണ്. എനിക്ക് നിങ്ങളെ കാണാം, പക്ഷെ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ എവിടെ പോയി ഒളിച്ചോ, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, അറിയണുണ്ട്, ലോകം മാറിയത് അറിയണ്ട്, ട്രംപിന്റെ ടാരിഫ് യുദ്ധം അറിയണ്ട്, എല്ലാം അറിയണ്ട് ലോകത്തിന്റെ. പക്ഷെ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ നമ്മുടെ അശ്വമേധത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയത് എനിക്ക്. ഓക്കെ. ഇപ്പൊ ഈ 4 മാസം ആരുമായിട്ട് കോണ്ടാക്റ്റിലാണ്ട് വീട്ടിൽ തന്നെ ഇരുന്നല്ലോ. അപ്പൊ മനസ്സിൽ മൊത്തം ഉണ്ടായിരുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെ ആയിരുന്നില്ലേ? അതെ, മുന്നോട്ട് പോകാൻ മാത്രമല്ല, എനിക്ക് ആ പ്ലെയിൻ കയറാൻ പറ്റാത്ത, അതൊരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഒന്നും അല്ല കേട്ടോ. എന്നാലും എനിക്കൊരു ആഗ്രഹം, എനിക്ക് ഒരു നമ്മൾ പറയില്ലേ റൺ അവേ ഫ്രം റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടിയ സമയം അത് 4 മാസം. എനിക്ക് തന്നെ അറിയില്ല, മൊത്തം ഒരു ക്ലൗഡി ആയിരുന്നു എൻ്റെ മനസ്സ്. അപ്പോൾ ഈ ചലഞ്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത് എവിടം വരെ എത്താൻ പറ്റും അത്ര എത്തിക്കണം. എന്നിട്ട് ഒരു മെസ്സേജും കൊടുക്കണം ആൾക്കാർക്ക്, ഇത് പറ്റും, യു ക്യാൻ ഡു വാട്ട്. ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവം ഇല്ല ലോകത്ത്, 21ാം നൂറ്റാണ്ട്. അപ്പൊ അതിനുവേണ്ടി മാത്രം അത് മുന്നോട്ട് തന്നെ ഐ എം ഗോയിങ് ഫോർവേഡ് അതിന്. ഓക്കെ. ഈ 4 മാസം വീട്ടില് ബ്രദറിനെ പോലും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇതൊക്കെ എല്ലാം വിജയിച്ച് നേടി വന്നിട്ട് ബ്രദറിന്റെ അടുത്ത് പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു മൊമെന്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം അറിയിക്കണത് ഇത്
മദർ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്, എന്തൊക്കെ ചെയ്യണ ആക്ടിവിറ്റി എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇത് പത്രത്തിലാണ് ആദ്യം വരുന്നത്, ഈ ചലഞ്ച് പ്രൂവ് ചെയ്ത ചലഞ്ച്. നമ്മുടെ എനിക്ക് തോന്നുന്നു മംഗളത്തിൽ ആദ്യം വരുന്നത്, അവരാണ് ആദ്യം കവർ ചെയ്തത്. ആ സമയത്ത് എനിക്കൊരു കോൾ വന്ന് ക്ലബ് എഫ്എമ്മിന് പാൻ ഇന്ത്യ താരമായി. അപ്പൊ നമുക്കറിയാം നാച്ചുറൽ നമ്മുടെ ഫീലിംഗ് എന്താന്ന് നമുക്ക് തന്നെ അറിയാം. ഒരു പ്രൈഡ്, സെൽഫ് പ്രൈഡ് നമുക്ക് നമ്മളോട് തന്നെ ഒരു എന്താ പറയാ ഒരു വലിയ അഭിമാനം തോന്നുന്നു ആ സമയത്ത്. ലോകം മൊത്തം നമ്മുടെ റിലേറ്റീവ്സ് അറിഞ്ഞു, കസിൻസ് അറിഞ്ഞു, നമ്മുടെ ഫ്രണ്ട്സ് അറിഞ്ഞു. ഇന്നലെ കണ്ടവൻ ഇന്ന് സ്റ്റാറായി, ഡിസപ്പിയർ. ഇവൻ എവിടെ പോയി ഒളിഞ്ഞ് കട്ടിന്റെ ഒന്നെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ ഡിസപ്പിയർ എന്ന് വെച്ചാൽ നമുക്ക് കയ്യിലിരിപ്പിനാണ് എല്ലാം. ഞാനിത് പ്രൂവ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു ആദ്യം. ഇവൻ എന്തിനാ ഒളിവിപ്പോയത്? ആദ്യത്തെ ചോദ്യം കുറച്ച് ആൾക്കാരനാണ്. നിനക്ക് അങ്ങനെ ഒളിവി പോകാനുള്ള കാരണം എന്താ? സെക്കൻഡ്, അങ്ങനെ കുറെ നമുക്ക് പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യനിങ് അതിന് ആദ്യം ഇൻട്രോഗേഷൻ എന്ന് പറയും. അപ്പൊ അതൊക്കെ ഞാൻ പ്രൂവ് ചെയ്തത് എനിക്ക് ചാലഞ്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ശരിക്കും ഞാൻ ഐ ബിക്കേം വാട്ട് ഐ വാണ്ടഡ് ടു ബി. അതായി സന്തോഷായി. ഇത് കൂടാതെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം നേടിയിട്ടില്ലേ? അത് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? എന്റെ ഫസ്റ്റ് ബുക്ക് ഇങ്ങനെ ആദ്യത്തെ ഒരു 2018 to 2020 വരെ പത്രങ്ങളിൽ മൊത്തം അത്യാവശ്യം നല്ല പത്രങ്ങളിലൊക്കെ കവിത എഴുതി കൊടുക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അധ്യാപകൻ, എൻ്റെ ഗുരുനാഥൻ എന്നൊക്കെ ഞാൻ കാണുന്നത് ഫാദർ തോംസനാ. ഫാദർ തോംസൺ അച്ഛൻ പറഞ്ഞു, എൻ്റെ +2 അധ്യാപകനാ. അദ്ദേഹം പറഞ്ഞു, നീ ഈ ഇങ്ങനെ പത്രത്തിൽ കൊടുത്താൽ നീ കാര്യമില്ല, നീ ഒരു ബുക്കാക്ക്. അപ്പൊ ബുക്കാക്കാൻ പറഞ്ഞു എന്നോട്. 2021 എൻ്റെ ഫസ്റ്റ് ബുക്ക് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് ഇറങ്ങി, ദ സോൾഫുൾ മെലഡീസ്. ആ ബുക്കാണ് ടേണിംഗ് പോയിന്റ്. അത് അത്യാവശ്യം റിവ്യൂ ഒക്കെ ചെയ്ത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലും കൗമുദിലൊക്കെ റിവ്യൂ വന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ബുക്സ് ഇങ്ങനെ എഴുത്ത് തുടങ്ങി, ബുക്കിനെ പറ്റിയൊക്കെ ബുക്ക് എഴുതാൻ തുടങ്ങി. അതിനുശേഷം ഞാനിങ്ങനെ പല പബ്ലിഷേഴ്സിനെയും കാണാൻ തുടങ്ങി. നമ്മുടെ തൊഴിലും എല്ലാ മേഖലയും അതായതുകൊണ്ട് പബ്ലിഷേഴ്സിനെ കാണാൻ തുടങ്ങി. അപ്പോൾ കുറേ ബുക്സ് ഇങ്ങനെ എഴുതി. ആ ഇൻ ബിറ്റ്വീൻ ആ സമയത്ത് ഒരു 10 ബുക്ക് എഴുതി ഞാൻ. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നീ നമ്മൾ സാധാരണ റെക്കോർഡ് കേട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഏതില്ല? സ്പോർട്സിൽ മാത്രമല്ല റെക്കോർഡ്. പൊളിറ്റിക്സിൽ റെക്കോർഡ് ഉണ്ടോ? ഇല്ലല്ലോ, ആരും കൗണ്ട് ചെയ്യുന്നില്ലല്ലോ ഇത്രയും റെക്കോർഡ് ഇട്ടു എന്നൊക്കെ. ഇപ്പം പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലി ഒരു ഇതിലും റെക്കോർഡായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ റൈറ്റിംഗിൽ റെക്കോർഡും ഇല്ല നിലവിൽ. അപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ 10 ബുക്ക് ഇൻ ബിറ്റ്വീൻ ഞാൻ പബ്ലിഷ് ചെയ്ത സമയത്ത് ഞാൻ ആലോചിച്ചു, അപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരാണ് ഈ റെക്കോർഡ്. ഗിന്നസ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ഏഷ്യ ഉണ്ട്, ലിംക ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഇന്ത്യക്ക് അപേക്ഷ കൊടുത്തു, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചു. ഞാൻ എൻ്റെ ഫുൾ ഈ 10 ബുക്ക് ഒരു വർഷത്തിനുള്ളിൽ എഫേർട്ടാണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തിട്ട് തെളിവെല്ലാം കൊടുത്തപ്പോൾ ഒരു 5-6 മാസത്തിന് റിസൾട്ട് വന്നു. എനിക്ക് റെക്കോർഡ് കിട്ടി. ഒരു വർഷം ഓൺലി ഓതർ, സിംഗിൾ ഓതർ മാക്സിമം നമ്പർ ഓഫ് പോയട്രി ബുക്സ് ഇൻ എ സിംഗിൾ ഇയർ. ആ റെക്കോർഡ് എൻ്റെ പേരിൽ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി സപ്പോർട്ട് അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അമ്മയാണ് എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ടീച്ചർ, എല്ലാം അമ്മയാണ്. കാരണം ഞാൻ പറയാൻ കാരണം അമ്മയുടെ ഡയറി ഒരു കാലത്ത് ഞാനൊരു ക്യൂരിയസ് ചൈൽഡാ. ഞാൻ വെറുതെ ഇരിക്കില്ല, എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ അത് കുരുത്തക്കേടാണെങ്കിലും ചെയ്യും. അപ്പോൾ എന്താന്ന് വെച്ചാൽ അമ്മയുടെ ഡയറി ഒരിക്കൽ കണ്ടുപിടിച്ചു, പഴയ കോളേജ് ഡയറി. അപ്പോൾ അതിൽ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്താ പറയുക, അമ്മയുടെ കവിതകൾ അമ്മ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ആ ഡയറി അതൊരു ടേണിംഗ് പോയിന്റാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്ക് എഴുത്തുകാരി ആവണമെന്നൊന്നും ഞാൻ പിന്നെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും മറുപടി പറയില്ല ഇപ്പം, കാരണം പ്രായം കഴിഞ്ഞു. അപ്പം നമ്മൾ അപ്പം എനിക്ക് മനസ്സിലായി 2-3 സത്യങ്ങൾ അന്ന് എനിക്ക് മനസ്സിലായത്. എന്താ പറയുക, കഴിവുണ്ടായിട്ട് പുറം ലോകം കാണിക്കാണ്ട് പോയ കുറേ ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. നമുക്ക് സൊസൈറ്റി വേണ്ട, കുടുംബത്തിൽ തന്നെ ഉണ്ട്. എക്സാമ്പിൾ ഫസ്റ്റ്. സെക്കൻഡ് എന്താ പറയുക, അന്ന് അമ്മയ്ക്ക് ആരും പുഷ് ചെയ്യാൻ, ഒരു പ്രോത്സാഹനം തരാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. സെക്കൻഡ്. തേർഡ്, ഇതിനു വേണ്ടിയുള്ള സോഴ്സ് ഒന്നും ഉണ്ടാവില്ല, എങ്ങനെ വളരണമെന്ന്, ഗ്രോ ചെയ്യണമെന്ന്. അപ്പം ഈ 3 ഒരു ഫാക്റ്റാണ് ഒരു മനുഷ്യന്റെ വളർച്ചയിൽ, ഒരു സപ്പോർട്ടിന്റെ. അപ്പം ഞാൻ മനസ്സിലാക്കിയപ്പോൾ അമ്മയുടെ ഡയറിയാണ് എൻ്റെ ഫസ്റ്റ് ശരിക്കുള്ള ഇൻസ്പിറേഷൻ. ആ ഡയറിയിൽ നിന്നാണ് ഈ ഇൻസ്പിറേഷൻ മകനായ ഞാൻ ഉൾക്കൊണ്ട് മനസ്സിലാക്കി. അമ്മയ്ക്ക് എഴുത്തുകാരി ആവണമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും അത് എടുത്തിട്ട് ഞാനിങ്ങനെ എന്നെ തന്നെ അത് വായിച്ച് മനസ്സിലാക്കി. യുവർ മദർ ഇസ് വാണ്ടഡ് ഓർ വിഷ് ടു ബി എ റൈറ്റർ. അപ്പം അത് നടത്താത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ആ ഒരു
അംബീഷൻ അല്ലെങ്കിൽ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നത്. അമ്മയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ശരിക്കും. അപ്പൊ ഇത്രയൊക്കെ റെക്കോർഡൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അമ്മയ്ക്ക് ഇനിയും വളരണം. അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐ ഷുഡ് ഗോ ഫോർ ദി UPSC. ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് പറഞ്ഞത്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പ്ലെയിനിൽ കയറിയാൽ നമുക്ക് തോന്നില്ല ചിലപ്പോൾ പൈലറ്റ് ആവണമെന്ന്. മനുഷ്യൻ്റെ വലിയൊരു പൊളിറ്റീഷ്യൻ നരേന്ദ്രമോദിനെ കണ്ട ആർക്കായാലും തോന്നുക അതേയാളെ പോലെ ആവണമെന്ന്. അതേപോലെ നമ്മളിപ്പോൾ സിവിൽ സർവീസ് പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നു ഒന്ന് എഴുതിയാലോ എന്ന്. മദർ ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ലെറ്റ്സ് സീ വാട്ട് നമ്മുടെ ഡെസ്റ്റിനി ജീവിതം എന്താണ് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതേപോലെ എന്തായിരിക്കും ഒരു ഡ്രീം എന്ന് പറയുന്നത്? ഡ്രീം എന്ന് പറഞ്ഞാൽ അത് കുറെ ഡ്രീം ഒരിക്കലും നമ്മളെ മൊത്തത്തിൽ അതിനൊരു ഡെഫിനേഷൻ പറ്റില്ല. ഞാൻ ഈ സൈക്കോളജി ഒക്കെ കുറെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കുറെ ലോകം കണ്ട മഹാനായ സൈക്കോളജിസ്റ്റ് പല ഇന്റർപ്രിട്ടേഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ വൺസ് യു എന്താ പറയാ ഒരു ഫീൽഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഡ്രീമാണ്. അതാണ് ഡ്രീം. നമുക്കൊരു വൺസ് ഒരു ഫീൽഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ ഡ്രീം. ആ ഡ്രീമാണ് ഇപ്പൊ ഫുൾഫിൽ ചെയ്യണത്. ഇപ്പൊ ഒന്നും കണ്ടുപിടിക്കാത്ത ഒരാൾ, ഇപ്പൊ ഞാൻ സാധാരണ ഒരു ടീച്ചറാണെങ്കിൽ അവന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ അത് തന്നെയാ, ആ തൊഴിലാണ് ഡ്രീം. ഇപ്പൊ ഒരു പൊളിറ്റീഷ്യനായി, ഒരു എലക്റ്റഡ് ആയി, അതാണ് അവന്റെ ഡ്രീം. ഇപ്പൊ ഞാൻ എന്നെ കണ്ടെത്തി കഴിഞ്ഞു. ഐ ഡിസ്കവേർഡ് മൈ സെൽഫ്, സോ ദാറ്റ് ഈസ് മൈ ഡ്രീം. എത്ര നാളായി ടീച്ചിങ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട്? എനിക്ക് തോന്നുന്നു 2 കൊല്ലായി, മാക്സിമം 2 കൊല്ലായി ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കലും ട്രെയിനിങ്ങും നാച്ചുറലായിട്ട് 1-2 കൊല്ലായി. ഇപ്പൊ നമ്മൾ കവിതയുടെ കാര്യം പറഞ്ഞു, അമ്മയുടെ ഡയറി വായിച്ച് പിന്നെയാണ് ആ ഒരു ഇൻസ്പിറേഷൻ വന്നതെന്നൊക്കെ. ഇപ്പോൾ കവിതകൾ എഴുതും, കഥകൾ എഴുതും. എന്ത് ടൈപ്പ് ഓഫ് കഥകളാണ് എഴുതുന്നത്? ഞാൻ എഴുതുന്നത് ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മുടെ എഴുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും എഴുത്ത് എന്താ പറയുക, അതൊരു ഇമാജിനേഷനാണ്. 2 തരം എഴുത്തുണ്ട്. ഇമാജിനേഷൻ ഉണ്ട്, റിയലിസ്റ്റിക് ഉണ്ട്. അപ്പോൾ റിയലിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ എഴുതുന്ന റിയലിസം എന്ന് പറയുന്നത്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇമാജിനേഷനാണ്. നമ്മളിപ്പോൾ ഉദാഹരണം പറയണം, എന്താ പറയുക, യൂട്ടോപ്പിയ. അതൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു ഒരു ഇമാജിനറി സ്ഥലമായിരിക്കും, ഒരു വേർഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ലാൻഡ് ആയിരിക്കും, ഐലൻഡ് ആയിരിക്കും. റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ ഡാനിയൽ ഡിഫോൻ്റെ ഒരു ബുക്കുണ്ട്. അത് ഇമാജിനേഷൻ. അങ്ങനെ ഒരു ഐലൻഡേ ഇല്ല ശരിക്കും ലോകത്ത്. ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഐലൻഡ് ഏതാ ശരിക്കും ലോകത്തുണ്ട്, അത് ബെർമുഡ ട്രയാങ്കിളാണ്. അതിനെ ബേസ് ചെയ്തിട്ട് കുറേ കഥകളൊക്കെ വന്നിട്ടുണ്ട് ഷേക്സ്പിയറിൻ്റെ. അപ്പം ഞാൻ എഴുതുന്നത് മിക്സ്ഡാ, റിയലിസ്റ്റിക്കും എഴുതും, ഇമാജിനേഷനും എഴുതും. ഈ റിയലിസ്റ്റിക് തന്നെ ഞാൻ എന്താ പറയാ ഒരിക്കലും പ്രണയിക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, എന്താ അറിയോ, കോളേജിൽ സ്കൂൾ മുതൽ ഞാൻ കൗണ്ട് ചെയ്യാറുണ്ട്. സ്കൂള്, നഴ്സറി, +2, കോളേജ്, ഡിഗ്രി, പിന്നെ എന്താ MA കഴിഞ്ഞു. തുറന്നു പറഞ്ഞാൽ ആരും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ എനിക്കറിയില്ല, കാരണം എന്താന്ന് മനസ്സിലായില്ല. ഞാൻ എന്താണ് ഇങ്ങനെ എത്രയോ ആൾക്കാർക്ക് ഉണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ എൻ്റെ ബ്രദർക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടാവും ആരെങ്കിലൊക്കെ. പക്ഷെ എനിക്ക് ഉണ്ടായിട്ടില്ല സത്യം. എന്തുകൊണ്ടായിരിക്കും? ഇനിയിപ്പോ ഈ എഴുത്ത് ആ ഒരു മേഖലയിലോട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അത് കാണാതെ പോയതായിരിക്കുമോ? കാണാണ്ട് പോയ അയ്യോ, ഞാൻ അങ്ങനെ ആലോചിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്നോട് തന്നെ, എന്താ വരാത്ത. ഞാൻ ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴേ കണ്ണാടി നോക്കി ചോദിക്കും, എന്താ വരാത്ത ആരെങ്കിലും. കാരണം ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ? അതെ, ആരെങ്കിലൊക്കെ. ഞാൻ ഇടയ്ക്ക് മറ്റേ നമ്മുടെ പ്രോഗ്രാം പലതിലും പറയാറുണ്ടായിരുന്നു പണ്ട്. ഞാൻ അത്യാവശ്യം ഞാൻ എന്നെ തന്നെ പറയും, തൊലി വെളുത്തട്ട പലതും. ഞാൻ ഒന്നും കളിയാക്കല്ല, അങ്ങനെ പലതും ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്ക് എത്ര വയസ്സായെന്ന് പറയും ഇപ്പോൾ? 26, 27, 28 ആണല്ലേ, പറയുമല്ലേ. പക്ഷെ ഒരു യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുക? സ്കൂളിന്റെ അത് തന്നെയല്ലേ, ഒരു കുട്ടിയുടെ മുഖമല്ലേ. ഏജ് ആയ ഒരാളുടെ മുഖമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു കുട്ടിത്തല്ലേ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, എന്നിട്ട് പോലും ആരും വന്നിട്ടില്ല. ആ ഒരു കുട്ടിത്തം ആ ഒരു ഫേസിൽ കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ. അങ്ങനെയുണ്ട്, അതുണ്ട് മിസ്റ്റേക്ക്. കുറെ പെർസ്പെക്റ്റീവ്സ് ഉണ്ടല്ലോ. ഞാൻ ഈ എന്താ പറയാ ഭയങ്കര ഇന്നസെന്റ്, ഭയങ്കര കാം, ക്വയറ്റായിട്ട് നടന്നിട്ട് പോലും നമ്മളെ ഇത്രയും ആരും വന്നിട്ടില്ല. നെഗറ്റീവാണോ പോസിറ്റീവാണോ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എൻ്റെ ലൈഫിൽ ആരും വന്നിട്ടില്ല. ഞാൻ കുറേ നടന്നിട്ടുണ്ട്, അത്യാവശ്യം. ഞാൻ ആരെ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും ജേർണലിസ്റ്റ്, ഡോക്ടേഴ്സ്, ചില ആക്ട്രസസ് എല്ലാവരെയും പുറകെ നടന്നുണ്ട്. പക്ഷെ ആരും വന്നിട്ടില്ല. ആരും ഇങ്ങോട്ട് വന്നില്ല, ഞാൻ അങ്ങോട്ട് കുറെ പോയിട്ടുണ്ട്. അതെ, കുറെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കവിതകളും കഥകളും എല്ലാം ഈ പ്രണയത്തെ കുറിച്ചൊക്കെ എഴുതാറുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു പ്രണയം എന്താണ് ലവ് എന്ന് പോലും അറിയാത്ത ആള് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എഴുതാനായിട്ട് സാധിക്കുന്നത്? അതാണ് എനിക്ക് തന്നെ സംശയം തോന്നുന്നത്. കാരണം എന്താ, അത് ഇമാജിനേഷൻ ആയിരിക്കും. കാരണം ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പ്രണയം എന്താണെന്ന് ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് പോയി ഐ ലവ് യു എന്ന് ഞാൻ സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് നോക്കിയിട്ട് പോലില്ലോ ഗേളുടെ അടുത്ത്. അങ്ങനത്തെ ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ എഴുതുന്നത് പലരും ചോദിക്കാറുണ്ട് എന്നോട്. എങ്ങനെ ഹൗ ക്യാൻ യു റൈറ്റ് സച്ച്
സ്റ്റോറീസ് പോയംസ് വിത്തൗട്ട് എക്സ്പീരിയൻസിങ് ലവ്. അപ്പൊ ഞാൻ പറയണത് എന്താ പറയുക, അത് മൊത്തം എനിക്ക് കിട്ടാണ്ട പോയ മുന്തിരിയില്ലേ, കിട്ടാണ്ട പോയ മുന്തിരിയാണ് ഈ എഴുത്ത് മൊത്തം. അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി വരാനിരിക്കുന്ന ഒരു ഭാവി വധുവിനെ കുറിച്ച് എന്തെങ്കിലും കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റി ഒന്നും വലിയ ഐഡിയ ഇല്ല. കാരണം ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ എന്താ പറയുക, ഞാൻ എന്റെ ഡിഫൈൻ, ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അമ്മയുടെ ഇതില് റൺ ചെയ്യണ ഒരു ബോയ് ആയിട്ടാണ് ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്യണത്. കാരണം ഞാൻ എന്താന്ന് വെച്ചാൽ ലോകം ഇനിയും കാണാൻ കിടക്കണേത്. ഞാൻ സ്കൂൾ മുതൽ വീട്ടിനാ പോയി വന്നിട്ടുണ്ട്. MG പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലല്ല, വീട്ടിൻ്റെ അകത്തിന് പോയി വരായിരുന്നു. ഞാൻ ഹോസ്റ്റലേ കണ്ടിട്ടില്ല ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോഴും എന്റെ മനസ്സിൽ കയറാണ് ഞാനൊരു കുട്ടിയാണ്. അപ്പൊ ഭാവി വധുവിനെ പറ്റി ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ആരെങ്കിലൊക്കെ അന്വേഷിച്ച് വരണം, എന്നാലേ പറ്റുള്ളൂ. ശരിക്കും ഇടയ്ക്ക് അമ്മ പറയാറുണ്ട്, എടാ നിന്നെ പെണ്ണ് കാണലല്ല ആണ് കാണല വരേണ്ടി വരില്ല. കാരണം നിന്റെ ഈ ഷൈനെസ് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊന്നും സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല. അപ്പൊ ഈ നിന്നെ ശരിക്കും സാധാരണ പെണ്ണ് കാണലാണോ അങ്ങോട്ട്. അമ്മ പറയാറുണ്ട്, നിന്നെ കാണാനായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരേണ്ടി വരും കയ്യിലിരിപ്പിന്. അങ്ങനെയൊക്കെ തമാശ. ഒത്തിരിയേറെ ഡ്രീംസ് ഉള്ള ആളാണ്. അപ്പൊ എന്തായാലും ഇനിയും ഇതേപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, എഴുതാനായിട്ടും വായിക്കാനായിട്ടും ഒക്കെ സാധിക്കട്ടെ എന്ന് വൈറ്റ്സ് വൺ TV ആശംസിക്കുകയാണ്. ഇതുവരെ എത്തിയാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി പങ്കുവച്ചാലും ഒരുപാട് താങ്ക് യു സോ മച്ച്.